അമ്മയുടെ പിറന്നാളായിട്ട് കഴിക്കാൻ എന്ത് വേണം അമ്മേ സ്പെഷ്യലെന്ന് ചോദിച്ചപ്പോൾ ഒരു തനി നാടൻ മലയാളിയായ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ പൊതിച്ചോറ് മതിയെന്ന്. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും അമ്മ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, എല്ലാ ദിവസവും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എങ്കിലും പുറത്തുനിന്ന് എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ അപ്പം അമ്മ പറയും പൊതിച്ചോറ് അല്ലെങ്കിൽ ഊണ്. ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തേ? ഒന്ന് മാറ്റി പിടിക്കേണ്ട ഇഷ്ടമാണ്. അതില്ല, എല്ലാ ദിവസവും ഈ ചോറില്ലെങ്കിലോ അമ്മയ്ക്ക് ഒരു സുഖക്കുറവാണ്. ഇനി എൻ്റെ നിർബന്ധത്തിനെങ്ങാനും വഴങ്ങിയ അമ്മ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മൊത്തം ഞാൻ കേൾക്കണം. എനിക്ക് തൃപ്തിയായില്ല, എൻ്റെ വയറ് നിറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചതുപോലെ അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരു പൊതിച്ചോറ്, അതും നമ്മുടെ പാരഗണിയിൽ നിന്ന് ഒരു പൊതിച്ചോറ് അങ്ങ് ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊരു മീൻകറി പൊതിച്ചോറാണ് കേട്ടോ. കുറേ കറികളുണ്ടായിരുന്നു. മീൻ വറുത്തത്, ചമ്മന്തി, അച്ചാർ, തോരൻ, മുട്ട ഓംലെറ്റ്, പിന്നെ കൊച്ചുള്ളിയും മുളകും പുളിയും എല്ലാം കൂടെ ചതച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഒരു ഇടിച്ച ചമ്മന്തി ഉണ്ടല്ലോ അത്. അങ്ങനെ നല്ല കറികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ 2 ഡബ്ബയിൽ കുറച്ച് സാമ്പാറും മീൻ കറിയും ഉണ്ടായിരുന്നു. ഒരു നല്ല പൊതിച്ചോറായിരുന്നു. പിറന്നാളുകാരിക്ക് നല്ല ഇഷ്ടമായിട്ട് തൃപ്തിയായി കഴിച്ചു. അമ്മ എനിക്കൊരു വായ തന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.